മിനിസ്റ്റർ എ കെ ശശീന്ദ്രൻ കൂടി നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. മിനിസ്റ്റർ, വലിയ ദുരന്തമാണ് സംഭവിച്ചിരിക്കുന്നത്. അതിന്റെ വ്യാപ്തി എത്രമാത്രം ഉണ്ട് എന്ന് ഈ ഘട്ടത്തിൽ പോലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. 2 തവണയാണ് ഉരുൾപൊട്ടിയത്. അതെ, വളരെ വ്യാപകമായ നാശനഷ്ടങ്ങൾ ഉണ്ടാകാൻ ഇടയുള്ള വിധത്തിലുള്ള വലിയ തോതിലുള്ള ഉരുൾപൊട്ടലാണ് അർദ്ധരാത്രിക്ക് ശേഷം അവിടെ ഉണ്ടായിട്ടുള്ളത്. താങ്കൾ പറഞ്ഞതുപോലെ ആ പ്രദേശത്തേക്ക് യഥാർത്ഥ സംഭവ സ്ഥലത്തേക്ക് എത്തിച്ചേരാൻ ഇപ്പോൾ പ്രായോഗികമായ ബുദ്ധിമുട്ടുണ്ട്. കാരണം അതിന് അങ്ങോട്ട് പോകാനുള്ള ഒരു പാലമാണ് തകർന്നു പോയിട്ടുള്ളത്. അപ്പോൾ അവിടെ NDR സംഘവും എത്തിയിട്ടുണ്ട്. മറ്റ് സേനാ വിഭാഗങ്ങളോടും എത്താൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ തന്നെ അത് മോണിറ്റർ ചെയ്യുന്നുണ്ട്. റവന്യൂ മിനിസ്റ്റർ രാജനും പിന്നെ മ്യൂസിയം മിനിസ്റ്റർ രാമേന്ദ്രൻ കടന്നപ്പള്ളിയും വയനാട്ടിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. ഞാനും അങ്ങോട്ടേക്കുള്ള യാത്രയിലാണ്. മിനിസ്റ്റർ ഇപ്പോൾ വയനാട്ടിലേക്ക് പോവുകയാണോ? ഞാൻ യാത്ര യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കോഴിക്കോടുണ്ടായിരുന്നോ? കോഴിക്കോടുണ്ടായിരുന്നു. ഞാൻ ഇന്നലെ വയനാട്ടിലുണ്ടായിരുന്നു. ഇപ്പോൾ അവിടെ കളക്ടറുമായും ഒക്കെ സംസാരിക്കുമ്പോൾ എന്താണ് അവർ പറയുന്നത്? കളക്ടറുമായിട്ടും SP ആയിട്ട് സംസാരിച്ചു. എത്രയാണ് എത്ര മനുഷ്യർക്ക് പറ്റിയെന്ന് ഇപ്പം എന്നുള്ളതാണ് ഔദ്യോഗികമായി എനിക്ക് ലഭിച്ച വിവരം. മിനിസ്റ്റർ, നമ്മളോട് അവിടുത്തെ നാട്ടുകാർ സംസാരിക്കുമ്പോൾ പറയുന്നു, നേരത്തെ മിനിസ്റ്റർ പറഞ്ഞ ഒരു പ്രശ്നമാണ് പുഴയ്ക്ക് കുറുകെയുള്ള പാലം തകർന്നു പോയിരിക്കുന്നത്. അപ്പോൾ മറുവശത്തേക്ക് പോകാൻ പറ്റുന്നില്ല. അവിടെ എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ പറ്റുന്നില്ല. ഇപ്പം നമ്മള് ഈ NDR സംഘത്തിന് ടെമ്പററി പാലം ഉണ്ടാക്കാൻ കഴിയുമെന്ന് നോക്കണം. അതാണല്ലോ ഇപ്പൊ ചെയ്യുന്നത്. ഓക്കെ താങ്ക് യു മിനിസ്റ്റർ. വനംവകുപ്പ് മന്ത്രി ശ്രീ എ കെ ശശീന്ദ്രനാണ് നമ്മളോട് സംസാരിച്ചത്. അദ്ദേഹം ഇപ്പോൾ അങ്ങോട്ടേക്ക് ഈ ദുരന്ത സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം കോഴിക്കോടുണ്ടായിരുന്നു, വളരെ വേഗത്തിൽ അങ്ങോട്ടേക്ക് പോകുന്നു. സർക്കാർ സംവിധാനങ്ങളെല്ലാം അവിടെ ഉണ്ട് എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. റവന്യൂ മന്ത്രി കെ രാജൻ അല്പസമയത്തിനകം തന്നെ അങ്ങോട്ടേക്ക് പുറപ്പെടും. ഒപ്പം തന്നെ OR കേളു പ്രദേശത്തിന്റെ മന്ത്രി, അദ്ദേഹം മുഖ്യമന്ത്രിയെ കണ്ടതിന് ശേഷം വളരെ വേഗത്തിൽ അങ്ങോട്ടേക്ക് പുറപ്പെടും. അങ്ങനെ